ആണ് അദ്ദേഹത്തെ സാൻ നോളജ് വ്യവസ്ഥയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സ്നേഹം നിറഞ്ഞ ഉസ്താദുമാരെ, അതുപോലെ വിദ്യാർത്ഥികളെ, ആദ്യമായി എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിന് ഇതിൻ്റെ സംഘാടകരോട് ഞാൻ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. കേരളത്തിലെ മാപ്പിള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ചരിത്ര സാഹചര്യത്തിൽ നിന്നും നമ്മുടെ വടക്കേ ഇന്ത്യൻ മുസ്ലിം ചരിത്ര പാരമ്പര്യത്തിൽ നിന്നും വിഭിന്നമായ ഒരു ചരിത്ര ഭൂമികയിലാണ് കേരള മുസ്ലിങ്ങളുടെ ചരിത്രം നിലനിൽക്കുന്നത്. അതിന് ഇവിടെയുള്ള സമൂഹങ്ങളുമായും വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള നൂറ്റാണ്ടുകളുടെ ചരിത്രം കേരളത്തിന് വളരെ മാതൃകാപരമായ ഒരു പാരമ്പര്യം തന്നെ നിലനിന്ന് പോന്നിട്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യം ലോകത്ത് തന്നെ വളരെ അപൂർവമായി വിവിധ മതങ്ങൾ താമസിക്കുന്ന ഇടം നൂറ്റാണ്ടുകളോടെ സഹവർത്തിത്തോടെ നിലനിൽക്കുക എന്നുള്ളത് ലോക ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായിട്ട് നിലനിൽക്കുന്ന ഒരിടമാണ്. അത്തരം ഒരിടമാണ് നമ്മുടെ കേരളം. ഈ കേരളത്തിലെ നമ്മുടെ ഇന്ത്യൻ ചരിത്രം, പൗരാണികമായ ഇന്ത്യൻ ചരിത്രങ്ങൾ എഴുതിയ മിക്ക ആംഗലേയ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ളവരും അകത്തുള്ളവരുമായ ആദ്യകാല ചരിത്രകാരന്മാർ നമ്മുടെ കേരളത്തിലുള്ള മാപ്പിള മുസ്ലിങ്ങൾ, കേരളീയരായ മാപ്പിള മുസ്ലിങ്ങളുടെ ചരിത്ര പാരമ്പര്യത്തെ വേണ്ട രൂപത്തിൽ പഠിക്കുകയോ അതല്ലെങ്കിൽ അറിയാനോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അതിന് ഒരു പരിധിവരെ കാരണം നമ്മുടെ സമൂഹം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം, കേരള മുസ്ലിം ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുഖ്യ ആധികാരികമായ ഒരു സോഴ്സായിട്ട് നമ്മൾ കാണുന്നത് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ എഴുതിയ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന അറബി ഭാഷയിൽ രചിക്കപ്പെട്ട കൃതിയാണ്. ഈ കൃതിക്ക് മുമ്പ് ഇറങ്ങിയതെന്ന് പറയുന്ന താരിഖ് ളുഹൂരിൽ ഇസ്ലാം എന്ന് പറയുന്ന ചെറു ഗ്രന്ഥം, ഈ മാലിക് ബിൻ ദിനാറും സംഘവും കേരളത്തിൽ വന്നതും ഇസ്ലാമിക പ്രബോധനം നടത്തിയതുമായി ബന്ധപ്പെട്ട ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന കൃതിക്ക് അതിൻ്റെ ചരിത്രത്തിൻ്റെ രീതിശാസ്ത്രം, അതിൻ്റെ രീതിശാസ്ത്രപരമായ രൂപത്തിൽ അതിൻ്റെ ലിഖിതകാലം കൃത്യമായി എഴുതപ്പെട്ടിട്ടില്ല. എന്നാൽ മഖ്ദൂമിൻ്റെ കൃതി മധ്യകാലഘട്ടത്തിലെ കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ജീവിതം, പോരാട്ടങ്ങളും ഒക്കെ വളരെ കൃത്യമായിട്ട് ഒരു ഗവേഷകൻ്റെ ഗവേഷണ പാടവത്തോടു കൂടി തന്നെയാണ് അത് മഖ്ദൂം എഴുതിയത്. ഇന്ന് അന്തർദേശീയ തലത്തിൽ 18-ാം നൂറ്റാണ്ടിൽ തന്നെ റോളൻസൺ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള പരിഭാഷ, അതിനുശേഷം ധാരാളം വ്യത്യസ്ത ഭാഷകളിൽ, ആംഗലേയ ഭാഷകളിൽ മുതൽ ലോകത്തിൻ്റെ വിവിധ ഭാഷകളിൽ മഖ്ദൂമിൻ്റെ രചന നിർവഹിക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ പറയുന്ന ഈ കേരളത്തിലെ ഇസ്ലാമിൻ്റെ ആഗമനം ഹിജ്റ AD 7-ാം നൂറ്റാണ്ട്, ഈ 7-ാം നൂറ്റാണ്ട് മുതൽ മധ്യകാലഘട്ടം വരെ എത്തുമ്പോൾ നൂറ്റാണ്ടുകളുടെ ഒരു വിടവ് നമുക്ക് ചരിത്രത്തിൽ കാണുന്നുണ്ട്. അത് നമുക്ക് എന്തുകൊണ്ട് ലഭ്യമായില്ല എന്നുള്ളത് നമ്മൾ ഇന്നും ചരിത്രകാരന്മാർ പുനർവിചിന്തനം നടത്തുന്ന, അന്വേഷണം നടത്തുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ കേരളത്തിൻ്റെ പുറത്ത് നിന്നിട്ട് ആദ്യമായിട്ട് ഒരു മികവുറ്റ രചന, യൂറോപ്യൻ പണ്ഡിതൻ എന്നുള്ള രൂപത്തിൽ നമുക്കൊക്കെ അറിയുന്ന ഈ റൊണാൾഡ് മില്ലറുടെ മാപ്പിള മുസ്ലിംസ് ഓഫ് കേരള എന്ന കൃതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ CN അഹമ്മദ് മൗലവി പറഞ്ഞിട്ട് ഈ ഇരിക്കൂർ, കണ്ണൂർ ജില്ലയിലുള്ള ഇരിക്കൂർ പള്ളിയിൽ ഈ ഹിജ്റ
50 എന്ന് എഴുതിയ ഒരു ശിലാലിഖിതം, ആ ലിഖിതം തേടി പോയപ്പോൾ അങ്ങനെ ഒരു കബറിന്മേൽ, മീസാൻ കല്ലുമേൽ അങ്ങനെ ഒരു ആളുടെ കബറിന്മേൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് 1971 ഞാൻ അവിടെ പോയപ്പോൾ എനിക്കത് കാണാൻ സാധിച്ചില്ല. ഒരുപക്ഷെ അവിടെ കടൽക്ഷോഭം നിമിത്തം ഒരുപക്ഷെ അത് ആ ശിലാരേഖ കടലെടുത്തു പോയതായിരിക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ചരിത്രം തങ്ങളുടെ ചരിത്രം, തങ്ങളുടെ പാരമ്പര്യം, തങ്ങളുടെ അടയാളങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിൽ മാപ്പിള മുസ്ലിങ്ങൾ വേണ്ടത്ര ശ്രദ്ധാലുക്കളല്ല എന്ന് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ആംഗലേയ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. നമ്മുടെ സമൂഹം ഒരുപാട് ഗ്രന്ഥരചനകളും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇതുപോലുള്ള മിഹ്റാബിന്മേലും മീസാൻ കല്ലുമേലൊക്കെ കൊത്തിവെച്ച, പള്ളിയുടെ അകത്തളങ്ങളിലൊക്കെ കൊത്തിവെച്ച ഒരുപാട് ചരിത്ര ശില്പങ്ങൾ നമുക്കുണ്ടായിരുന്നു, രൂപങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഈ അടുത്ത കാലം, ഈ വിഷയകമായിട്ട് ഈ അടുത്ത കാലം വരെ പുനർനിർമ്മിക്കപ്പെട്ട പല പള്ളികളിൽ നിന്നും തേഞ്ഞു മാഞ്ഞു പോയി എന്നുള്ളതാണ് വാസ്തവം. ഇതിലൊക്കെ നമ്മുടെ സോഴ്സുകൾ, നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം എന്നാണ്, അതുപോലെ തന്നെ ഇവിടുത്തെ ആദ്യകാല കാദിമാരാരായിരുന്നു, ഇവിടെ മരണപ്പെട്ട മഹാനാരായിരുന്നു എന്നൊക്കെയുള്ള ഈ മിസാൻ കല്ലുമ്മലും പള്ളിയുടെ അകത്തളങ്ങളിലൊക്കെയുള്ള ഇത്തരം ലിഖിതങ്ങൾ സംരക്ഷിക്കുന്നതിൽ നമ്മൾ വളരെ പരാജയപ്പെട്ടു എന്ന് തന്നെ വേണം. ഏതാനും വർഷങ്ങളായി നമ്മുടെ ചരിത്രമാണല്ലോ ഇന്നത്തെ വിഷയം. കാരണം നമ്മൾ ജീവിക്കുന്ന സവിശേഷമായ സാഹചര്യത്തിൽ ചരിത്രം എല്ലാം പകരം നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഏതെല്ലാം രൂപത്തിൽ മാറ്റി എഴുതാം, കാവ്യവൽക്കരിക്കാം എന്നുള്ള ഹിന്ദുത്വ ഫാസിസ്റ്റുകളുടെ ഗൂഢ പദ്ധതിയിൽ നമ്മുടെ ചരിത്രവും നിർഭാഗ്യവശാൽ പെട്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സവിശേഷമായ സാഹചര്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയായിരിക്കാം നമ്മുടെ ഇടയിൽ നിന്നും ധാരാളം ആളുകൾ ഈ രംഗത്തേക്ക് ഒരു 2 പതിറ്റാണ്ടിൻ്റെ ഇടയിൽ ഒരുപാട് യുവ ഗവേഷകർ ഈ രംഗത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കെല്ലാം ലഭ്യമാകേണ്ട മൗലിക സോഴ്സുകൾ നമ്മുടെ പൂർവിക സമൂഹത്തിൽ നിന്നും പലരുടെയും അശ്രദ്ധ നിമിത്തം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് ഒരു പരിതാപകരമായ കാര്യമാണ്. എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാനൊക്കെ ഈ ചരിത്രത്തോട്, പ്രത്യേകിച്ച് ഈ മാപ്പിള റിലേറ്റഡ് ആയിട്ടുള്ള വിഷയം ആണ് എൻ്റെ ഒരു മേഖല. അപ്പം അത്തരം കൃതികളും അറബി മലയാള കൃതികൾ, അതുപോലെ മലയാള പ്രസിദ്ധീകരണങ്ങൾ, ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ എല്ലാം തേടി പല വീടുകളിലും സ്ഥലങ്ങളിലും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ ഒരു പരിതാപകരമായ ഒരു അനുഭവം ഞാൻ പറയുകയാണെങ്കിൽ, ഒരു പാണ്ടിക്കാടിനടുത്തുള്ള കിടങ്ങയം ഇബ്രാഹിം മുസ്ലിയാർ, നിങ്ങൾക്കൊക്കെ അറിയും. അദ്ദേഹം ഒരു മജ്മുഉൽ മുഫ്രദാത്ത് എന്ന ഒരു ഗ്രന്ഥമൊക്കെ എഴുതിയ കിടങ്ങയം ഇബ്രാഹിം മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു ഈ കിടങ്ങയത്ത്. അദ്ദേഹം ഒരു ആര്യവൈദ്യ ചികിത്സകനൊക്കെ ആയിരുന്നു. അപ്പൊ അദ്ദേഹം സ്വന്തം കൈപ്പട കൊണ്ട് എഴുതി വെച്ച അറബി മലയാളത്തിലെ ചികിത്സാ ഗ്രന്ഥങ്ങൾ, അത് പ്രസിദ്ധീകരിച്ച കൃതിയല്ല, അദ്ദേഹം തന്നെ എഴുതി സൂക്ഷിച്ചിരുന്ന ഒരു ഗ്രന്ഥം. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് മരണം കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാനിത് അറിയുന്നത്. അപ്പോൾ ആ വീട്ടിൽ ഞാൻ സഞ്ചരിച്ചു. ഇങ്ങനെ പറഞ്ഞു കേട്ടത് നിമിത്തം ഞാൻ അവിടെ പോയ സമയത്ത് അവര് ഒരു ചെറിയ വീട്, വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചെറിയ വീടിലെ ഒരു പഴയ പത്തായത്തിൽ അടക്കി വെച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ പല കൃതികളും, ഈ വൈദ്യശാസ്ത്രപരമായ അറബി മലയാളത്തിലൊക്കെ എഴുതപ്പെട്ട കൃതികൾ. അപ്പം ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നവർക്കാർക്കും ഇതിൻ്റെ ഒരു ചരിത്രമൂല്യമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറ്റുള്ള ഇതെന്തിനാണ് ഉപയോഗപ്പെടുത്തേണ്ടത് ഒന്നൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ അവരോട് ഇതിപ്പോൾ എനിക്ക് വിട്ടുതരുമോ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൊരു മടിയുണ്ട്. എന്നാൽ ഞാൻ അവരെ
അവരാ രൂപത്തിലൊക്കെ ഞാൻ അവരോട് സംസാരിച്ച് നോക്കിയപ്പോൾ ഇതങ്ങനെ തരാൻ പറ്റൂല, ഇത് പിന്നെ അവരോട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് ആയിക്കോട്ടെ സാരമില്ല, ഞാൻ അവിടുന്ന് മടങ്ങിപ്പോന്നു. അങ്ങനെ മടങ്ങിപ്പോകുന്ന വർഷങ്ങൾ ഞാൻ പ്രവാസിയായി. വർഷങ്ങളെടുത്ത് ഞാൻ അതേ വീട്ടിലേക്ക് പിന്നീട് ഒരു 5-8 വർഷം കഴിഞ്ഞേരം ഞാൻ പോയി നോക്കിയപ്പോൾ ആ വീട് നിന്നിരുന്ന സ്ഥലത്ത് ഒരു ടെറസിട്ട വീടാണ്. അപ്പോൾ അവരോട് ഇങ്ങനെ ഞാൻ വന്നിരുന്നു മുമ്പ്. അപ്പോൾ അവർ പറഞ്ഞു, അത് ഞങ്ങൾ ചുട്ട് കളഞ്ഞു. ഞങ്ങൾ ആ സാധനം ആർക്കും ഇവിടെ ആവശ്യമില്ല, പിന്നെ അതിങ്ങനെ വെറുതെ കിടന്നിട്ട് എന്താന്ന് കരുതിയിട്ട് ഞങ്ങളത് ചുട്ട് കളഞ്ഞു എന്ന് പറഞ്ഞു. എനിക്ക് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. അപ്പോ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത് നമ്മൾ ഉപയോഗപ്പെടുത്താൻ. നമ്മളെ കൂട്ടത്തില്, കുടുംബത്തില്, പണ്ഡിത കുടുംബമാണെങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽ ഇത്തരം ഗ്രന്ഥങ്ങൾ, കിതാബുകൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവരുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക. അതിന് സാധ്യമല്ലെങ്കിൽ അത് അർഹരുടെ കയ്യിൽ ഏൽപ്പിക്കുക. അത് വ്യക്തികളാകാം, സ്ഥാപനങ്ങളാകാം, അവരുടെ കയ്യിലെത്തണം. കാരണം ഇതൊക്കെ ഒരു നമ്മുടെ നാട്ടില്, നമ്മുടെ നാടിന്റെ, അവിടെ ജീവിച്ച ഒരു സമൂഹത്തിന്റെ ചരിത്ര സ്പന്ദനങ്ങളാണ്. ഇതൊക്കെ രേഖപ്പെടുത്തപ്പെടണം. കാരണം നമ്മളൊരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ വാഹനത്തിന് പിറകോട്ട് നോക്കാൻ ഒരു ഗ്ലാസ് ഉണ്ടാവും. ഈ ഗ്ലാസ്സിൽ നമ്മൾ ഈ പിറകോട്ട് നോക്കാതെ നമുക്കൊരിക്കലും ഒരു വാഹനം മുന്നോട്ടെടുക്കാൻ നമുക്ക് സാധ്യമല്ല. അതുപോലെ തന്നെയാണ് നമ്മളൊരു സമൂഹം എന്നുള്ള രൂപത്തിൽ നമുക്ക് പിറകോട്ട് നമ്മുടെ പൂർവ്വ ചരിത്രം എന്താണ്, നമ്മൾ ഇന്നലെ എന്ത് ചെയ്തു, ഈ സമൂഹത്തിൽ എങ്ങനെയായിരുന്നു നമ്മുടെ പിതാക്കന്മാരും പ്രപിതാക്കന്മാരും, ആ ഒരു ചരിത്ര ഭൂമികയിൽ നിന്നിട്ടേ നമുക്ക് നാളെയെ കുറിച്ചിട്ടുള്ള സ്വപ്നങ്ങൾ കാണാനും നാളത്തെ സമൂഹത്തെ നിർമ്മിക്കാനും നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്നുള്ളത് നാമൊക്കെ പഠിക്കണം. ആ ഒരു രൂപത്തിൽ, ആ ഒരു കോണിലൂടെ നമ്മൾ നോക്കുമ്പോഴാണ് ഈ ചരിത്രത്തിന്റെ പ്രാധാന്യം നമുക്ക് ബോധ്യമാവുന്നത്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ CH ചെയറിലെ മാപ്പിള ഹെറിറ്റേജ് ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിക്ക് വേണ്ടി അവിടുത്തെ ഒരു പ്രൊക്യൂർമെന്റ് ഓഫീസറാണ്. കാരണം വിഭവ സമാഹരണം, കിതാബുകൾ, അറബി മലയാള കൃതികൾ, പത്രമാസികൾ, ഇതൊക്കെ ശേഖരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഈ ആനുകാലിക പത്രമാസികൾ ശേഖരിക്കുന്ന സമയത്ത് സമസ്തയുടെ മുഖപത്രമായിരുന്ന അൽബയാൻ അറബി മലയാള മാസിക ഇത് പലരോടും ചോദിച്ചപ്പോൾ ഈ നമ്മുടെ പല കുടുംബങ്ങളും പണ്ഡിത തറവാടുകളുണ്ടാവും. മുസ്ലിയാരകം, കാളിയാരകം എന്നൊക്കെ പറഞ്ഞ പണ്ഡിത തറവാട്, ഇത്തരം കുടുംബങ്ങളിലാണ് ഇതിൻ്റെയൊക്കെ ചിലതെങ്കിലും ചില സൂക്ഷിപ്പുകളൊക്കെ ഉള്ളത്. അപ്പൊ അവരോടൊക്കെ ചോദിച്ചപ്പോൾ പലരെടുത്തും നാമമാത്രമായ അതിന്റെ പ്രതികളാണുള്ളത്. പലർക്കും അറിയില്ല അൽബയാൻ എത്ര വർഷമാണ് അത് നടന്നത് എന്ന് പോലും നമ്മുടെ ആളുകൾക്കിടയിൽ കൃത്യമായ ധാരണയില്ല. അപ്പോ ഇത് അന്വേഷിച്ച് കണ്ടെത്തി 9 വർഷമാണ് അറബി മലയാള മാസിക അൽബയാൻ നടന്നത്. അത് തന്നെ ചില ഒറ്റപ്പെട്ട മാസങ്ങളും ഒക്കെ നിന്നിട്ടുണ്ട്. എന്നാലും അത് മാസങ്ങൾ നിന്നിട്ടുണ്ടെങ്കിലും പിന്നീടും അത് തുടങ്ങി. അതുപോലെ അതിന് സമാന്തരമായിട്ട് മലയാള മാസികയുമുണ്ട്. ഞാൻ ആദ്യം കരുതിയത് ഈ അറബി മലയാള മാസിക പിന്നീട് മലയാളം ആയതാണോ? അപ്പോൾ അങ്ങനെയല്ല. അറബി മലയാളം സമസ്തയുടെ മുഖപത്രമായിട്ടും മലയാളം TK അബ്ദുള്ള മൗലവി മാട്ടൂൽ, അദ്ദേഹം KP ഉസ്മാൻ സാഹിബിന്റെയും പത്രാധിപത്യത്തിൽ ഒരു സ്വതന്ത്ര മാസികയുമായിട്ടാണ് സമസ്തയുടെ ആദർശങ്ങളോടും നയങ്ങളോടും 100% അവര് നീതി പുലർത്തിയിട്ട് തന്നെ സമാന്തരമായിട്ട് ഒരു സ്വതന്ത്ര മാസികയായി അൽബയാൻ മലയാളത്തിലും ഇറങ്ങിയിട്ടുണ്ട്. ഇത്തരം സാധനങ്ങളൊന്നും, ഇത്തരം കൃതികളും രേഖകളും ഒന്നും ആരും അത് സൂക്ഷിക്കാൻ, ഇത് ഒരു സമസ്തക്കുള്ളിൽ മാത്രമല്ല, കേരളത്തിലെ എല്ലാ മതസംഘടനകൾക്കിടയിലും നമ്മുടെ പൂർവ ചരിത്രം എന്താണെന്നും അത് സൂക്ഷിക്കാനും അത് പുതിയ തലമുറക്ക് കൈമാറുന്നതിലും വരുത്തിയ അലംഭാവം ധാരാളമായിട്ടുണ്ട്. ഇനിയും നമുക്ക് പഴയ കാലത്തെ പലരുടെയും ഗ്രന്ഥശേഖരങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതിൽ വയലിന്റെ നോട്ടീസുകൾ
അറബി മലയാളത്തിലുള്ളത്, മലയാളത്തിലുള്ളത്, വയത് കല്യാണത്തിന്റെ നോട്ടീസ്, കുറിക്കല്യാണത്തിന്റെ ക്ഷണക്കത്ത്, ഇതൊക്കെ അവർ സൂക്ഷിച്ചു വെക്കുകയാണ്. ഈ സംഗതികളൊക്കെ അവർ സൂക്ഷിച്ചു വെക്കുക. ഇലക്ഷന് ഇറങ്ങിയ നോട്ടീസ്. ഇന്ന് ആരെങ്കിലും അത്തരം ഒരു കാര്യത്തിന് ആരെങ്കിലും നമ്മൾ പരിശ്രമിക്കുമോ? ഇല്ല. കാരണം നമുക്ക് ഇപ്പൊ ഒരു ഇലക്ഷന്റെ ഒരു 180 വർഷം മുൻപുള്ള ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള ഈ ഡിസ്ട്രിക്ട് ബോർഡിലെ ഇലക്ഷന്റെ ഒക്കെ ഒരു നോട്ടീസ് നമുക്ക് കിട്ടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അക്കാലഘട്ടത്തിലെ ചരിത്രമാണ്. അന്ന് ആരൊക്കെ സ്ഥാനാർത്ഥി നിന്നു, അവരാരൊക്കെ, എങ്ങനെയൊക്കെ, അപ്പൊ ആ വ്യക്തികളെ ചരിത്രം നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത് ചരിത്രമാണ്. ഒരു കടലാസിനും ഉണ്ട് അതിൻ്റെതായ ചരിത്രം. അപ്പോൾ നമ്മള് ഇന്ന് എടുത്തു വെക്കുന്നത് നാളെയുടെ ചരിത്രമാണ്. അങ്ങനെ ഓരോ കൃതികളും രചനകളും എല്ലാം വരുന്ന തലമുറകൾക്കായിട്ട് ഇതുപോലെ ആർക്കൈവ് ചെയ്യല് നമ്മുടെ ഒക്കെ കടമയാണ്. പിന്നെ ഈ കൂടുതലായി ഞാൻ ഈ വിഷയ സംബന്ധമായിട്ട് സംസാരിക്കുന്നില്ല. പിന്നെ എന്നെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്ക് എൻ്റെ ഹൃദ്യമായ നന്ദി ഒരിക്കൽ കൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. വേദിയിൽ ഒരു പ്രകാശിത കർമ്മം നിർവഹിക്കപ്പെടുകയാണ്. ഭാവി ഒരു സംക്ഷിപ്ത പഠനമെന്ന ശീർഷകത്തിൽ പുറത്തിറക്കിയ ലേഖന സമാഹാരം വേദിയിൽ അഭിവന്ദരായ ഷമീർ മാഷ് കരിപ്പൂർ പ്രകാശനം നിർവഹിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. മാപ്പിള ആർക്കൈവ്സ് എന്ന ശീർഷകത്തിൽ നമ്മോട് സംവദിച്ച സമീർ മാഷ് കരിപ്പൂറിന് SSO സെൻട്രൽ കമ്മിറ്റിയുടെയും സാൻ നോളജ് വെസൽ കമ്മിറ്റിയുടെയും കൃതജ്ഞത അറിയിക്കുന്നു.